ഹലോ, മനുഷ്യമനസ്സിനെ കൃത്യമായി ഡീകോഡ് ചെയ്യുന്ന ഈ വിശദമായ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന, എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാനസിക പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ തന്നെ ഉള്ളിലെ പല ചിന്തകളെയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരെങ്കിലും നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ചമ്മൽ അനുഭവപ്പെടാറുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്കൊരു സഹായം ചെയ്താലോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞാലോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് പകരം അതൊരു വലിയ ഭാരമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയായിട്ടോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഈ ഒരു ഉദാഹരണം നോക്കൂ. നിങ്ങളൊരു അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഹേ ഡ്രസ്സ് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, ഇതൊരു പഴയ ഡ്രസ്സാന്നേ എന്നല്ലേ? ആ കോംപ്ലിമെന്റ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലെന്നോ ഒക്കെ ആളുകൾ കരുതിയേക്കാം. എന്നാൽ സത്യം അതല്ല കേട്ടോ. ഇതിന് പിന്നിൽ നമ്മൾ പോലും അറിയാത്ത വളരെ സങ്കീർണമായ ചില മാനസിക പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ശരി, നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് കടക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന 4 പ്രധാന കാരണങ്ങളുണ്ട്. കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി, വളരെ വേഗം മുതിർന്നൊരാളായി മാറേണ്ടി വന്ന അവസ്ഥ, പിന്നെ ഇമോഷണൽ കെയർ ടേക്കർ. ഇതൊക്കെ എന്താണെന്നും ഒടുവിൽ നിങ്ങളെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകാം. കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. സൈക്കോളജിയിൽ ഇതിനെ കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് വിളിക്കും. അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോഴോ, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ, അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വമുള്ളൊരു കുട്ടിയായിരിക്കുമ്പോഴോ മാത്രമായിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ സ്നേഹവും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടാവുക. ഇതൊന്ന് നോക്കൂ, ഇത് വളരെ കൃത്യമായി ആ വ്യത്യാസം കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രം സ്നേഹം കിട്ടുന്ന ഈ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ നേരത്തെ തന്നെ ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചുവയ്ക്കും. അതായത്, ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മൂല്യം നൽകുമ്പോൾ അഥവാ ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന്. അതുകൊണ്ടാണ് യാതൊരു ഉപകാരവും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളെ അഭിനന്ദിച്ചാൽ അത് എനിക്ക് അർഹതപ്പെട്ടതല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി. ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വലിയ കുറ്റബോധത്തെ വിളിക്കുന്ന പേരാണിത്. മറ്റുള്ളവർ നൽകുന്ന ഒരു കോംപ്ലിമെന്റ് നിങ്ങളുടെ തലച്ചോറിന് ഒരു വലിയ കടമായിട്ടാണ് അനുഭവപ്പെടുക. യാതൊരു നിബന്ധനകളുമില്ലാതെ സൗജന്യമായി കിട്ടുന്ന സ്നേഹം എന്നത് നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒന്നായി മാറുന്നു. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ നേടണം എന്നൊരു ചിന്തയുണ്ടല്ലോ, അതാണ് പ്രധാന വില്ലൻ. ഒരു ചെറിയ കോംപ്ലിമെന്റ് പോലും ഉടനെ തിരികെ കൊടുത്തു തീർക്കേണ്ട വലിയൊരു സാമ്പത്തിക ബാധ്യത പോലെയാണ് നിങ്ങളുടെ മനസ്സിന് തോന്നുക. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തിരികെ കൊടുക്കണമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയും കോംപ്ലിമെന്റുകൾ നിങ്ങൾക്ക് വലിയ ഭാരമായി മാറുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, കുട്ടിക്കാലത്ത് തന്നെ വളരെ വേഗം മുതിർന്ന ഒരാളായി മാറേണ്ട വന്ന അവസ്ഥ. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ വളരെ വേഗത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഇത്. ഇതിലേറ്റവും കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പാരന്റിഫിക്കേഷൻ അഥവാ സർവൈവൽ ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളും പ്രശ്നങ്ങളും സ്വന്തം ചുമരിലേറ്റാൻ നിർബന്ധിതരായ കുട്ടികൾ കാലക്രമേണ തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ പൂർണ്ണമായും മാറ്റിവെക്കാൻ പഠിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ടൈം ലൈൻ ഒന്ന് പരിശോധിച്ചു നോക്കൂ. 10ാം വയസ്സിൽ തന്നെ നിങ്ങൾ സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും ശീലിച്ചു. 16ാം വയസ്സിൽ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്താൻ തുടങ്ങി. 25ഓ അതിൽ കൂടുതലോ വയസ്സാകുമ്പോഴേക്കും മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും നിർത്തുകയും മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും ആശ്വാസവും പൂർണ്ണമായും അപരിചിതമായ ഒന്നായി കാണാനും തുടങ്ങുന്നു. നമ്മൾ 4ാമത്തെയും അവസാനത്തെയും കാരണത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇമോഷണൽ കെയർ ടേക്കർ എന്ന റോളാണിത്. ഇതിന്റെ ലക്ഷണങ്ങൾ വളരെ വ്യക്തമാണ് കേട്ടോ. സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ചോദിക്കുന്നത് എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല, മറിച്ച് ഞാൻ ആർക്കെങ്കിലും ഇപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ്. ഒരു പിന്തുണ ആവശ്യപ്പെടാൻ പോലും നിങ്ങൾ മാപ്പ് ചോദിച്ചേക്കാം. കാരണം മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഭാരമാകുമോ എന്ന വലിയ ഭയമാണ് നിങ്ങൾക്ക് എപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുക എന്നത് ഇവർക്ക് വലിയൊരു സ്ട്രെസ്സാണ്. സൈക്കോളജി ഇതിനെ അൺഈസി റെസ്റ്റ് എന്ന് വിളിക്കുന്നു. കുട്ടിക്കാലത്തെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം യാതൊന്നും ചെയ്യാതെ വിശ്രമിക്കുന്നത് പോലും അപകടകരമാണെന്ന് നിങ്ങളുടെ നാഡീവ്യൂഹം വിശ്വസിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവരുടെ കോംപ്ലിമെന്റുകൾ സ്വീകരിക്കാനുള്ള ആ മടി ഈ പഴയ സമ്മർദ്ദങ്ങളോടുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണം മാത്രമാണ്. ശരി, ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ സൈക്കോളജിക്കൽ കാരണങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ശരിക്കും അർഹിക്കുന്ന ആ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ മാനസികമായി തകർന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻകാല ജീവിത സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ തലച്ചോർ പഠിച്ചുവെച്ച ചില പഴയ പ്രതിരോധ രീതികൾ മാത്രമാണ്. ഈ വരികൾ എപ്പോഴും ഓർക്കുക. സ്നേഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഉപയോഗപ്രദമായ ഒരാളാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല നിങ്ങളുടെ വിലയിരിക്കുന്നത്. മറിച്ച് നിങ്ങൾ നിങ്ങളായതുകൊണ്ട് മാത്രം സ്നേഹിക്കപ്പെടാനും അഭിനന്ദിക്കപ്പെടാനും അർഹതയുള്ളയാളാണ്. അതുകൊണ്ട് ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. അടുത്ത തവണ ആരെങ്കിലും യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അതൊരു കടമായി കണ്ട് തിരികെ നൽകാൻ ശ്രമിക്കാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായും അതിന് ശ്രമിക്കണം.